നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് നമ്മൾ ഡിസൈപ്പിൾഷിപ്പിലേക്ക്, കർത്താവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വളരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മളൊരു ശിഷ്യത്വത്തെക്കുറിച്ച് നമ്മളെപ്പോഴും നമ്മൾ വിശ്വാസത്തിലേക്ക് വരുന്നു, നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു, വിശുദ്ധ ജീവിതം നയിക്കുന്നു, നമ്മളങ്ങനെ മുന്നോട്ട് പോകുന്നു. എന്നാൽ അതിനപ്പുറത്ത് കർത്താവിൻ്റെ ഒരു ശിഷ്യനാവുക എന്ന് പറയുമ്പോൾ അതൊരു ഉയർന്ന ഒരു വിളിയാണ് അല്ലേ. നമ്മളിങ്ങനെ ഇപ്പോൾ ലേഖനങ്ങളിലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാം, അല്ലെങ്കിൽ സുവിശേഷത്തിൽ കാണാം, കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ഒരു സ്പെഷ്യൽ പർപ്പസോട് കൂടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. കർത്താവ് പറയുന്നത്, നിങ്ങൾ എൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണം. അതായത് കർത്താവിൻ്റെ ശിഷ്യനാകാനുള്ളൊരു വിളി നമ്മളുടെ മേലെ കിടപ്പുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ കൂട്ടായ്മകളൊക്കെയും ഒരു സെൽഫ് സെൻറ്റേർഡിലേക്ക് നമ്മളങ്ങ് മാറുക. നമ്മുടെ ആവശ്യങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ സുരക്ഷിതമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം, കർത്താവിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നിത്യതയിലെത്തുക. അതൊരു നോർമൽ ഒരു കോളിങ്, അല്ലെങ്കിൽ നോർമൽ ഒരു വിശ്വാസിയുടെ ചിന്താഗതി അങ്ങനെ. പക്ഷേ കർത്താവിന് നമ്മളെക്കുറിച്ച് വലിയൊരു പർപ്പസ് ഉണ്ട്. അനേകരെ കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വിളി നമ്മുടെ മേലെ കിടപ്പുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മളത് തിരിച്ചറിയാറില്ല. നമ്മൾ വചനം വായിച്ചു കഴിയുമ്പോഴൊക്കെയും ദൈവസഭകളൊക്കെയും ആ ഒരു തലത്തിലേക്ക് കടന്നു വന്നായിട്ട് കാണാം. ഈ അപ്പോസ്തലനായ പൗലോസ് ഈ തെസ്സലോനിക്കാർക്ക് ലേഖനം എഴുതുമ്പോൾ അവരുടെ എക്സ്പീരിയൻസ് പറയുന്നത് 1 വർഷം. നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും, ഈ തെസ്സലോനിക്ക സഭ ഉണ്ടായിട്ട് ഏകദേശം 1 വർഷമായിട്ടുള്ളൂ. ആ 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ ദൈവസഭയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ധ്യാനിച്ചപ്പോൾ എന്നെ വളരെ സ്ട്രൈക്ക് ചെയ്ത ഒരു ഭാഗമുണ്ട്. ഈ 1 വർഷം കൊണ്ട് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ സഭകൾ നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അതുമായിട്ട് ഈ തെസ്സലോനിക്ക സഭയെ ഞാനൊന്ന് കമ്പയർ ചെയ്തു. 1 വർഷം കൊണ്ട് ഇവർ ഇത്രത്തോളം ഒരു ഐഡിയൽ ചർച്ചായിട്ട് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്, നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ പോകാൻ പോകുന്ന ഡിസൈപ്പിൾഷിപ്പിലേക്ക്, ശിഷ്യത്വത്തിലേക്കാണ്. അപ്പോൾ അതിനൊരു ഇൻട്രൊഡക്ഷനായിട്ട് നമ്മൾ ഈ സഭയെ ഒരു മോഡൽ സഭയായിട്ട് ഇന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു റോൾ മോഡലായിട്ടൊരു സഭയാണ് ഈ തെസ്സലോനിക്ക സഭ എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ട് 1 വർഷത്തിനകം എങ്ങനെ ഇത്ര പെട്ടെന്ന് എന്തുകൊണ്ട് അതൊരു റോൾ മോഡൽ ചർച്ച ആവാനായിട്ട് എന്താണ് അതിൻ്റെ കാരണം, എന്താണ് അതിൻ്റെ സീക്രട്ട് എന്നുള്ളതാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത്. നമ്മളിപ്പോൾ 10 വർഷമായിട്ട് നമ്മുടെ ചർച്ച വളരുന്നില്ല, അല്ലെങ്കിൽ നാട്ടിൽ തന്നെയുള്ള ചെറിയ കൂട്ടായ്മകൾ അങ്ങനെ തന്നെ നിൽക്കുന്നു. മറ്റുള്ളവർ നമ്മൾ നോക്കുമ്പോൾ നമ്മളൊരു റോൾ മോഡലാണെന്ന് അവർക്ക് തോന്നുന്നില്ല. നമ്മുടെ ലൈഫ് കാണുമ്പോൾ അവർക്കത് യേശുവിൻ്റെ ലൈഫുമായിട്ട്, അല്ലെങ്കിൽ യേശുവിനെ പോലെ അവരൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മളതിൻ്റെ 7 അയലത്ത് പോലും നമ്മൾ എത്തുന്നില്ല. അപ്പോൾ ശിഷ്യനാവുക എന്ന് പറയുമ്പം യേശുവിനെ പോലെ ആവുക, യേശുവിനെ അനുഗമിക്കുക, യേശു ജീവിച്ചതുപോലെ ജീവിക്കുക, യേശു സംസാരിച്ചതുപോലെ സംസാരിക്കുക, യേശുവിൻ്റെ കോളിങ്ങിലേക്ക് വരിക. അതാണ് ഒരു ട്രൂ ഡിസൈപ്പിൾ എന്ന് പറയുന്നത്. ഈ തെസ്സലോനിക്ക സഭ നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ നമ്മൾ ജസ്റ്റ് അതൊരു ഐഡിയൽ ചർച്ചായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ തെസ്സലോനിക്ക സഭ തന്നെ എടുക്കാം. കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചത് കർത്താവുമായിട്ട് നമുക്കൊരു ഫെലോഷിപ്പ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മളെ സൃഷ്ടിച്ചത് അല്ലേ. ആദ്യം ആദാമിനെ സൃഷ്ടിക്കുമ്പോൾ കർത്താവിന് ഒരു ആദാമുമായിട്ടൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവവുമായിട്ടൊരു ഫെലോഷിപ്പ് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചത്, ആദാമിനെ സൃഷ്ടിച്ചു. പക്ഷേ ആദാം എന്ത് ചെയ്തു? ആദാം പാപം ചെയ്തിട്ട് ആദാം ഈ കർത്താവിൻ്റെ ആ ഫെലോഷിപ്പിൽ നിന്ന് വീണുപോയി. അപ്പോൾ കർത്താവ് എന്താ ചെയ്തത്? കർത്താവ് അത് കഴിഞ്ഞിട്ട് ഒരു വ്യക്തിനെ, അബ്രഹാമിനെ ദൈവം പ്രത്യേകമായിട്ട് വിളിച്ചു. അബ്രഹാമിനെ വിളിച്ചിട്ട് അബ്രഹാമുമായിട്ട് ഫെലോഷിപ്പിന് വേണ്ടിയിട്ട് കർത്താവ് ആഗ്രഹിച്ചു. അങ്ങനെ അബ്രഹാമിൽ കൂടി ഒരു ജനതയെ തന്നെ എടുത്തു, ഒരു ഇസ്രായേൽ ജനതയെ തന്നെ കർത്താവ് സെലക്ട് ചെയ്തു. അവരുമായിട്ട് കർത്താവിനൊരു ഫെലോഷിപ്പ്, ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു അവരുമായിട്ട്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു വന്നു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ഇസ്രായേലും പാപം ചെയ്ത് ദൈവത്തെ റിജക്റ്റ് ചെയ്യുന്നവരുടെയായി തീർന്നു. അവസാനം കർത്താവ് വന്നപ്പോഴും അവർ കർത്താവിനെ സ്വീകരിച്ചില്ല, കർത്താവിനെ തള്ളിക്കളഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കർത്താവുമായിട്ട് ഫെലോഷിപ്പിനെ ആഗ്രഹിക്കാൻ വേണ്ടിയിട്ട് കർത്താവ് തിരഞ്ഞെടുത്തത് നമ്മളെയാണ്, ദൈവസഭയാണ് കർത്താവ് തിരഞ്ഞെടുത്തത്. അപ്പോൾ കർത്താവ് ഇപ്പോഴും ആഗ്രഹിക്കുന്ന ദൈവസഭ എന്ന് പറയുന്നത് യേശുവുമായിട്ടൊരു ഫെലോഷിപ്പ്, യേശുവുമായിട്ടൊരു കൂട്ടായ്മ, പിതാവുമായിട്ടൊരു കൂട്ടായ്മ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ആദാമിനെ തിരഞ്ഞെടുത്തു, ആദാം തെറ്റിപ്പോയി. ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു, ഇസ്രായേൽ യേശുവിനെ റിജക്റ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് ചർച്ച് എന്ന് പറയുന്നതാണ് കർത്താവ് വസിക്കുന്നില്ല, കർത്താവുമായിട്ട് ഫെലോഷിപ്പ് കർത്താവ് ആഗ്രഹിക്കുന്നത് ഈ സഭയിൽ കൂടിയാണ്. അപ്പോൾ ഒരു സഭ എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ, ഇപ്പോൾ ഒരു റോൾ മോഡലായിട്ട്, അല്ലെങ്കിൽ ഐഡിയൽ ചർച്ചിൻ്റെ ഉപദേശങ്ങൾ എന്താണ്, ഡോക്ട്രിൻസ് എന്താണെന്ന് നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മൾ FS ലേഖനം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും എന്തൊക്കെയാണ് സഭയെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ, നമ്മുടെ ഡോക്ട്രിൻസ് എന്താണെന്നുള്ള FS ലേഖനം വായിച്ചു കഴിയുമ്പോൾ അറിയാൻ പറ്റും. അതുപോലെ നമ്മൾ ആക്ട്സ് വായിച്ചു കഴിയുമ്പോൾ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ വായിച്ചു കഴിയുമ്പം യഥാർത്ഥ സഭയുടെ, അല്ലെങ്കിൽ ആദിമ സഭയുടെ പ്രവൃത്തികൾ എങ്ങനെയായിരുന്നു, അവരുടെ വർക്ക് എന്തായിരുന്നു എന്നുള്ളത് ഈ അപ്പസ്തോല പ്രവൃത്തികൾ വായിച്ചു കഴിയുമ്പോൾ അറിയാം. അവരെങ്ങനെയായിരുന്നു, അവർ കർത്താവിന്, അല്ലെങ്കിൽ ഹിസ്റ്ററി, ദൈവസഭയുടെ ഹിസ്റ്ററി അറിയണമെങ്കിൽ, ചരിത്രം അറിയണമെങ്കിൽ നമുക്ക്
ഈ അപ്പസ്തോല പ്രവൃത്തികൾ പഠിക്കാം. എന്നാൽ ഒരു പ്രാക്ടിക്കൽ ചർച്ച്, നമ്മുടെ ഒരു പ്രായോഗിക തലത്തിലെ ഒരു ചർച്ച് എങ്ങനെയായിരിക്കണം, ഒരു സഭ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഈ തെസ്സലോനിക്ക ലേഖനം വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. നമുക്ക് ഈ ഒന്നാമത്തെ ചാപ്റ്റർ ഇരുന്നുകൊണ്ട് നമുക്കതിൻ്റെ ഈ ചർച്ചിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു നോക്കാം. അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, പൗലോസും സിലാനോസും തിമോത്തിയോസും പിതാവായ ദൈവത്തിനും കർത്താവായ യേശു ക്രിസ്തുവിനുമുള്ള തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുന്നത്. ഇവിടെ പറയുന്നത് പിതാവായ ദൈവത്തിലും പുത്രനായ യേശു ക്രിസ്തുവിലും ഉള്ള, അപ്പോൾ പിതാവായ ദൈവത്തിലും പുത്രനായ യേശുവിലും വസിക്കുന്ന ഒരു സഭയായിരുന്നു തെസ്സലോനിക്ക സഭ. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഒരു സഭയുടെ യഥാർത്ഥ സഭയുടെ ലക്ഷണം. അവരൊരു പിതാവായ ദൈവത്തിലും പുത്രനായ യേശുവിലും വസിക്കുന്ന സഭ എന്ന് പറയുമ്പോൾ അവർ ശരിക്കും ഒരു രക്ഷിക്കപ്പെട്ട സഭ എന്ന് വേണമെങ്കിൽ പറയാം. യഥാർത്ഥമായിട്ടും ബോൺ അഗെയിൻ ആയിട്ടുള്ള ഒരു സേവ്ഡ് ചർച്ചായിരുന്നു. ഇന്ന് നമ്മൾ ലോകത്ത് നോക്കി കഴിയുമ്പോൾ ഒത്തിരി ചർച്ചസ് കാണാം. ഒത്തിരി സമുദായിക സഭകളുണ്ട്, ബാപ്റ്റിസ്റ്റ് സഭകളുണ്ട്, പെന്തക്കോസ്റ്റൽ സഭകളുണ്ട്, അങ്ങനെ വളരെയധികം സഭകളുണ്ട്. അപ്പോൾ യഥാർത്ഥ സഭ എന്താണെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ ലക്ഷണം അവർ പിതാവായ ദൈവത്തിലും പുത്രനായ യേശുവിലും വസിക്കുന്ന സഭയാണ് യഥാർത്ഥ സഭ. അപ്പോൾ യേശുവിനെ തള്ളിക്കളഞ്ഞുകൊണ്ടൊരു സഭയ്ക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല. യേശു ഇല്ല എന്ന് പറയുന്നില്ലെങ്കിൽ യേശു ദൈവമല്ല എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ സഭയല്ല. യഥാർത്ഥ സഭ എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിലും പുത്രനായ യേശുവിലും വസിക്കുന്ന ഒരു സഭയായിരിക്കണം. അവരുമായിട്ടൊരു ഫെലോഷിപ്പ് ഉണ്ടായിരിക്കണം. പിന്നെ അതിൻ്റെ താഴെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ പിതാവായ ദൈവത്തെയും പുത്രനായ യേശുവിനെയും പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തെയും അംഗീകരിക്കുന്ന ഒരു സഭയാണ് ഒരു ഐഡിയൽ ചർച്ച്. ഓക്കെ, നമ്മളും ആ തലത്തിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് അസ്യൂം ചെയ്യാം. ഈ തെസ്സലോനിക്ക സഭ ഉണ്ടാകുന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 17-ാമത്തെ അധ്യായത്തിൽ നോക്കിക്കഴിയുമ്പോൾ എങ്ങനെയാണ് ഈ തെസ്സലോനിക്ക സഭ ഉണ്ടായതെന്ന് നമുക്ക് കാണാം. നിങ്ങൾ ആക്സ് 17 വരാം. 17-ാം അധ്യായത്തിൽ അപ്പസ്തോല പ്രവർത്തികൾ 17-ാമത്തെ അധ്യായത്തിൽ ഈ തെസ്സലോനിക്ക സഭയുടെ ഒരു ഉത്ഭവം എങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്തതെന്ന് നമുക്കവിടെ കാണാൻ പറ്റും. ഇവിടെ പൗലോസിൻ്റെ 2ാമത്തെ മിഷനറി യാത്രയിൽ പൗലോസ് ഈ തെസ്സലോനിക്ക സഭയിലേക്ക് കടന്നു വരുന്നത്. അവിടെ പറയുന്നവർ അംഫിപൊലോസിലും അപ്പൊലോനിയിലും കൂടി കടന്ന് തെസ്സലോനിക്കയിലെത്തി. അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബ്ദത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. അപ്പോൾ 3 ശബ്ദം എന്ന് പറയുമ്പോൾ 3 ആഴ്ചക്കാലം ഈ പൗലോസ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു, ഈ തെസ്സലോനിക്ക ദേശത്തുണ്ടായിരുന്നു. 3 ആഴ്ച അവരോട് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞത്? ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതെന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന യേശു തന്നെ ക്രിസ്തു എന്നും തെളിയിച്ച് വിവരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എന്താണ് പൗലോസ് അവരോട് പറഞ്ഞുകൊണ്ടിരുന്നത്? യേശു ആണ് ക്രിസ്തു എന്ന് അവരോട് തെളിയിച്ച് വിവരിച്ചുകൊണ്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ സുവിശേഷം, ഗോസ്പൽ എന്ന് പറയുന്നത്. ജീസസ് ഈസ് ദ ക്രൈസ്റ്റ്, യേശു ആണ് ക്രിസ്തു എന്നുള്ള അതാണ് യഥാർത്ഥത്തിൽ സുവിശേഷം. അങ്ങനെ അവരോട് പറഞ്ഞ് അവരോട് വിവരിച്ചുകൊണ്ടിരുന്നു. അവരിൽ ചിലരും എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? യഹൂദന്മാരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ചു, പൗലോസിനോടും ശീലാസിനോടും ചേർന്നു. ഇതാണ് ആദ്യത്തെ സഭ. അപ്പോൾ ഈ സഭ എന്ന് പറയുന്നത് യഹൂദന്മാരിൽ നിന്ന് വന്നവരും യവനന്മാരിൽ നിന്ന് വന്നവരും, അപ്പോൾ വിഗ്രഹാരാധികളായിട്ടുണ്ടായിരുന്ന ജാതീയ ആൾക്കാരിൽ നിന്ന് വന്നവരുമുണ്ട്, യഹൂദന്മാരിൽ നിന്ന് വന്നവരുമുണ്ട്. ഇതാണ് ആദ്യത്തെ തെസ്സലോനിക്കയിലെ ദൈവസഭ. അത് കഴിഞ്ഞിട്ട് അവിടെ അവർക്ക് ഒത്തിരി കഷ്ടമൊക്കെ അനുഭവിച്ചു. അത് കഴിഞ്ഞ് പൗലോസ് അവിടുന്ന് പോയി താഴോട്ട് വായിക്കുമ്പോൾ കാണാം, ഈ തെസ്സലോനിക്ക സഭയിൽ അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് ബെരോവയിലേക്ക് പോയി, ബെരോവയിൽ നിന്ന് അഥേനയിലേക്ക് പോയി, അഥേനയിൽ നിന്ന് കൊറിന്തിലേക്ക് പോയി. ഈ കൊറിന്തിലിരിക്കുമ്പോൾ അപ്പോസ്തലന്റെ ശിഷ്യനായ തിമോത്തിയോസ് തിരിച്ച് തെസ്സലോനിക്ക സഭയിൽ പോയിട്ട് തിരിച്ച് പൗലോസിൻ്റെ അടുത്ത് വന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ പറയുമ്പം എഴുതുന്ന ലേഖനമാണ് തെസ്സലോനിക്ക ലേഖനം. അപ്പോൾ അവിടെ ഒന്ന് സഭ സ്ഥാപിച്ചു, അഥേനയിൽ പോയി, ബെരോവയിൽ പോയി, കൊറിന്തിൽ ചെന്നു. ആ കൊറിന്തിൽ ഇരിക്കുമ്പോൾ എഴുതുന്ന ലേഖനം. അപ്പോൾ ചരിത്രകാരന്മാർ പറയുന്നത് 1 വർഷത്തെ ഗ്യാപ്പ് മാക്സിമം അവിടെ വരുള്ളൂ. ഈ ലേഖനം എഴുതുമ്പോൾ സഭ ഉണ്ടായിക്കഴിഞ്ഞിട്ട് ഒരു പുതിയ ദേശത്തെ ജാതികളായിട്ടുണ്ടായിരുന്ന വിഗ്രഹാരാധികളായിട്ടുണ്ടായിരുന്ന വ്യക്തികൾ ദൈവസഭയിലേക്ക് വന്നിട്ട് 1 വർഷത്തിനകം എഴുതുന്ന ലേഖനമാണ്. ആ സഭയുടെ പ്രത്യേകതകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ സഭയുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ താഴോട്ട് വായിക്കുമ്പം നമുക്ക് കാണാൻ പറ്റുന്നത് 3-ാമത്തെ വാക്യം വായിച്ചേ. തെസ്സലോനിക്ക സഭ, തെസ്സലോനിക്ക ലേഖനം 3-ാമത്തേത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയിൽ സോറി 2 പോലെ വായിച്ചു. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അപ്പൊ 3 കാര്യങ്ങൾ, 3 ക്വാളിറ്റി അവിടെ ഈ അപ്പോസ്തലൻ ഈ സഭയെക്കുറിച്ച് പറയാം. 3 കാര്യങ്ങൾ. ഒന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ വേല, ഇംഗ്ലീഷിൽ പറയുന്നത് യുവർ വർക്ക് പ്രൊഡ്യൂസ്ഡ് ബൈ ഫെയ്ത്ത്. അപ്പോൾ അവർക്ക് വിശ്വാസത്തിൽ നിന്നും ഉളവായ ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നു. ഈ 1 വർഷത്തിനകം
അവരുടെ വിശ്വാസത്തിൽ നിന്ന് അവർക്ക് വലിയൊരു പ്രവൃത്തി ഉണ്ടായി. പിന്നെ രണ്ടാമത്തേത് ലേബർ പ്രോംപ്റ്റഡ് ബൈ ലവ്, സ്നേഹത്താൽ ഉളവായ ഒരു ലേബർ പ്രയത്നം ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് യേശു ക്രിസ്തുവിൽ വളരെ ഉറപ്പുള്ള പ്രത്യാശ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വർഷത്തിന് അവർ ചെയ്ത കാര്യങ്ങൾ ഈ കൊരിന്ത്യക്കാർക്ക് എഴുതുമ്പോൾ ഈ പൗലോസ് തെസ്സലോനിക്ക സഭയെ പ്രശംസിച്ചുകൊണ്ട് കൊരിന്ത്യക്കാരോട് പറയുന്നു. 2 Corinthians 8. ഞാൻ അത് ഇംഗ്ലീഷിൽ വായിക്കാം. ആൻഡ് നൗ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, we want you to know about the grace that God has given them Macedonian churches. മസഡോണിയൻ ചർച്ച് എന്ന് പറയുമ്പോൾ തെസ്സലോനിക്ക മസഡോണിയയിലുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെയുള്ള ചർച്ചിനെ കുറിച്ച്, തെസ്സലോനിക്ക ചർച്ചിനെ കുറിച്ച് പറയാണ്. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് എ വെരി സിവിയർ ട്രയൽ their overflowing joy and their extreme poverty welled up in rich generosity. For I testify that they gave as much as they were able and even beyond their ability. അപ്പോൾ നമ്മൾ ഈ ശിഷ്യത്വത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ സഭ ഒരു വർഷം കൊണ്ട് ഈ നിലവാരത്തിലേക്ക് ഇവർ വന്നു എന്നുള്ളത് ഇപ്പോൾ എന്നെ ഇങ്ങനെ ചിന്തിപ്പിച്ചു. എന്തായിരിക്കും അതിൻ്റെ സീക്രട്ട്? നമ്മൾ ഈ 10 വർഷമായിട്ടും അല്ലെങ്കിൽ 20 വർഷമായിട്ടും നമുക്ക് ആ യേശുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വരാൻ പറ്റുന്നില്ല. ഇവർ കഷ്ടതയിലായിട്ട് പട്ടിണിയായിട്ടും അവർക്കുണ്ടായിരുന്നതിനേക്കാളും കൂടുതലായിട്ട് അവർ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി അവർ മണി കളക്ട് ചെയ്തു. അതുകൊണ്ടാണ് പറയുന്നത് അവരുടെ സ്നേഹത്തിൻ്റെ മറ്റേ ഇവിടെ പറയുന്നില്ല, നിങ്ങളുടെ സ്നേഹപ്രയത്നവും വിശ്വാസത്തിൻ്റെ വേലയും. അപ്പോൾ ഇവിടെ എന്നിട്ട് കൊരിന്ത്യരോട് പൗലോസ് പറയാണ്, ദേ എക്സീഡഡ് അവർ എക്സ്പെക്റ്റേഷൻ. ഞങ്ങൾക്ക് അവരെക്കുറിച്ചുണ്ടായിരുന്ന എക്സ്പെക്റ്റേഷൻ അവർ കവിഞ്ഞു, അതിനേക്കാളും വലിയ രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവരുടെ 3 ക്വാളിറ്റി, ഒന്ന് അവരുടെ സ്നേഹപ്രയത്നം, രണ്ടാമത് വിശ്വാസത്തിൻ്റെ വേല, മൂന്നാമത് യേശു ക്രിസ്തുവിലുണ്ടായിരുന്ന പ്രത്യാശ. അപ്പോൾ ഒരു ഐഡിയൽ ചർച്ച് എന്ന് പറയുമ്പോൾ ഒരു യഥാർത്ഥ സഭയുടെ 3 ക്വാളിറ്റി നമുക്ക് ഈ ഒറ്റ ലേഖനത്തിൽ നിന്ന് കാണാൻ പറ്റും. ഇംഗ്ലീഷിൽ പറയുന്നത് യുവർ വർക്ക് പ്രൊഡ്യൂസ്ഡ് ബൈ ഫെയ്ത്ത്, യുവർ ലേബർ പ്രോംപ്റ്റഡ് ബൈ ലവ് ആൻഡ് ഹോപ്പ് ഇൻ അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ എന്തായിരിക്കും ഈ ഒറ്റ വർഷത്തിന് വേണമെന്ന് ഓർക്കണം. ഈ ഒരു വർഷത്തിനകമാണ് അവർ ഇത്ര ഈ പൗലോസ് അപ്പസ്തോലൻ്റെ പ്രതീക്ഷയെ പോലും കവിയുന്ന രീതിയിൽ ആ സഭ വളർന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ആ സഭയും നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണം. എന്തുകൊണ്ട് നമുക്ക് ആ നിലവാരത്തിലേക്ക് വളരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ആ നിലവാരത്തിലേക്ക് വളരാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഈ ഭാഗം വെച്ചിട്ട് നമുക്ക് ധ്യാനിക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ വേറൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ 6ാമത്തെ വാക്യം വായിച്ചേ, യു ബിക്കെയിം ഇമിറ്റേറ്റേഴ്സ് ഓഫ് അസ് ആൻഡ് ഓഫ് ദ ലോർഡ്. അവർ അപ്പോൾ അനുകാരികൾ എന്ന് പറയുമ്പോൾ അവർ കർത്താവിനെ അനുകരിക്കുന്നവരായി തീർന്നു. അപ്പോൾ ശരിക്കും യേശുവിൻ്റെ അവർ ശിഷ്യരായി തീർന്നു. യേശു എങ്ങനെയായിരുന്നുവോ അവർ കർത്താവിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ അവർ യേശുവിനെ പോലെ തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത്. യേശുവിൻ്റെ ക്യാരക്ടേഴ്സ് അവരിലുണ്ടായിരുന്നു. അപ്പോൾ യഥാർത്ഥ ഒരു ശിഷ്യരായിട്ട് അവർ മാറി. അപ്പോൾ അടുത്ത ഒരു ക്വാളിറ്റി, 3ാമത്തെ ക്വാളിറ്റി, യഥാർത്ഥ സഭ എന്ന് പറയുന്നത് ഒരു ഐഡിയൽ ചർച്ച് എന്ന് പറയുന്നത് ഒരു സഫറിങ് ചർച്ചാണ്. കഷ്ടതയിലും അവർ കർത്താവിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു സഭയാണ് യഥാർത്ഥ സഭ. അവർക്ക് അനുഭവിച്ച സഫറിങ് തന്നെ നമ്മൾ ഈ ആക്സ് 17 നമ്മൾ കാണുന്നുണ്ട്. അവർ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ ഈ യഹൂദന്മാരെല്ലാം അവർക്കെതിരായിട്ട് വന്നു, അവരെല്ലാം പിടിച്ച് ജയിലിലിട്ടു. അങ്ങനെ ഭയങ്കര കഷ്ടതയിൽ കൂടിയാണ് അവർ ഈ ഒരു വർഷം കൊണ്ട് പോയത്. ആ കഷ്ടതയുടെ നടുവിലാണെന്ന് നോക്കണം അവർ എത്രത്തോളം കർത്താവിന് വേണ്ടിയിട്ട് നിൽക്കാനിടയായി തീർന്നത്. പിന്നെ പറയുന്നത് എൻ്റെ 7ാമത്തെ വാക്യത്തിൽ വായിച്ച്, എ മോഡൽ ടു ഓൾ ദ ബിലീവേഴ്സ് ഇൻ മസഡോണിയ. അപ്പോൾ അവരൊരു മോഡലായി തീർന്നു. അവരവിടെയുള്ള എല്ലാ വിശ്വാസികൾക്കും ഈ തെസ്സലോനിക്ക സഭ ഒരു മോഡലായി തീർന്നു. അപ്പോൾ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഈ ഒരു വർഷം കൊണ്ട് സഭ ഇത്രത്തോളം എല്ലാവർക്കും മാതൃകയായി തീരുവാൻ തക്കവണ്ണം അത് വളരാനിടയായി തീർന്നത്? അടുത്തതാണ് എന്നെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്തത്. അതിൻ്റെ 8ാമത്തെ വാക്യം, മുഴങ്ങിച്ചെന്നത് എന്ന് വെച്ചാൽ എന്തുവാ, ഒരു സോൾ വിന്നിങ് ചർച്ച, അവർ സുവിശേഷം പറയുന്ന സഭയായിരുന്നു. അവർ ഒരു വർഷത്തിനകം അവരെ വിശ്വാസത്തിലേക്ക് വന്ന ഒറ്റ വർഷം കൊണ്ട് അവരെന്താ ചെയ്തത്, അവരുടെ ഇടയിൽ നിന്ന് കർത്താവിൻ്റെ വചനം മുഴങ്ങിച്ചെന്നു എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് റിംഗിങ് ഔട്ട്. ദ ലോർഡ്സ് മെസ്സേജ് റാങ് ഔട്ട് ഫ്രം യു നോട്ട് ഓൺലി ഇൻ മാസിഡോണിയ ആൻഡ് അഖായ, യുവർ ഫെയ്ത്ത് ഇൻ ഗോഡ് ഹാസ് ബിക്കം നോൺ എവരിവെയർ. അപ്പം നിങ്ങളുടെ ഇടയിൽ നിന്ന് ഈ ദൈവത്തിൻ്റെ വചനം മുഴങ്ങിച്ചെന്നത് മസഡോണിയയിൽ മാത്രമല്ല, മക്കതോനിയയിൽ മാത്രമല്ല, എല്ലാവരുടെ ഇടയിലും ഈ കർത്താവിൻ്റെ വചനം മുഴങ്ങിച്ചെന്നു എന്ന് പറയുമ്പോൾ അവർ സുവിശേഷം പറയാൻ തുടങ്ങി. അവരറിഞ്ഞ് കർത്താവിൻ്റെ അവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അതാണ് ശിഷ്യത്വത്തിൻ്റെ മറ്റൊരു തലം എന്ന് പറയുന്നത്. നമുക്ക് ലഭിച്ച ആ രക്ഷ, നമുക്ക് ലഭിച്ച വിശ്വാസം നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. അപ്പോൾ ഒരു സോൾ വിന്നിങ് ചർച്ചായിട്ട് തീർന്നു. അതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ കാണുന്നുണ്ട് അവരെങ്ങനെയുള്ള അനുഭവത്തിൽ നിന്നാണ് വന്നത്. അവർ വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്നവരാ, പക്ഷേ വിഗ്രഹങ്ങളെല്ലാം വിട്ടിട്ട് ജീവനുള്ള ദൈവത്തിലേക്ക് തിരിഞ്ഞു വരുവാൻ തക്കവണ്ണം അവർ ഇവരുടെ സുവിശേഷം കൈക്കൊണ്ടു എന്നുള്ളത് എല്ലാവരും അറിയാനിടയായി തീർന്നു, എല്ലാവരും കേൾക്കുവാനും ഇടയായിട്ട് തീർന്നു. അപ്പോൾ
എന്തായിരിക്കാം ഇതിൻ്റെ സീക്രട്ട് എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ വന്നപ്പോഴാണ് എനിക്ക് അതിൻ്റെ സീക്രട്ട് മനസ്സിലായത്. കാരണം നമ്മൾ ഇതുപോലൊക്കെ തന്നെ സുവിശേഷങ്ങൾ പറയുന്നുണ്ട്, ദൈവസഭകൾ സ്ഥാപിക്കുന്നുണ്ട്. പക്ഷേ ഈ നിലവാരത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഇത്രത്തോളം സുവിശേഷം പറഞ്ഞിട്ടും ഒന്നുകിൽ ആൾക്കാരത് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുന്നില്ല, നമുക്ക് ആൾക്കാരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ നമ്മുടെ സഭയായിട്ട് ഇങ്ങനെ ഈ ശിഷ്യത്വത്തിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് കാലെടുത്ത് വയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ട ഒരു 3 കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് എനിക്ക് കിട്ടി. കാരണം ഇപ്പം നമ്മൾ ആ ദൈവം വിചാരിക്കുന്ന അവസ്ഥയിലേക്ക്, യഥാർത്ഥ ശിഷ്യത്വത്തിലേക്ക് കടന്നു വന്നിട്ട് ആൾക്കാരെ നേടുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരണമെങ്കിൽ തെസ്സലോനിക്ക സഭയിലെ നമ്മൾ മോഡലാക്കിയാൽ മതി. ഇവർ ഒറ്റ വർഷത്തിനകം എങ്ങനെ ഇവർ ഈ ഇത്ര അനുഭവത്തിലേക്ക് വന്നു എന്നുള്ളതിൻ്റെ സീക്രട്ട് അതിൻ്റെ 5-ാമത്തെ വാക്യം വായിച്ചേ. ഞങ്ങളുടെ സുവിശേഷം, ഈ പൗലോസ് എന്ന് പറയുന്ന വ്യക്തി തെസ്സലോനിക്കരോട് സുവിശേഷം പറഞ്ഞപ്പം അതെങ്ങനെയാ പറഞ്ഞെന്ന് എഴുതി വെച്ചിരിക്കുന്നത്? ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. അപ്പോൾ ഈ 3 കാര്യം എന്നെ സ്ട്രൈക്ക് ചെയ്തേ. അവർ സുവിശേഷം പറഞ്ഞപ്പം വചനമായി മാത്രമല്ല, എന്ന് വെച്ചാൽ ജസ്റ്റ് വാക്കുകളിൽ മാത്രമല്ല, അവർ പറഞ്ഞപ്പോൾ അതിനകത്ത് ദൈവത്തിൻ്റെ ഒരു പവർ ഉണ്ടായിരുന്നു. അതിനെ അക്കമ്പനി ചെയ്ത്, അല്ലെങ്കിൽ അവരുടെ സുവിശേഷത്തിൻ്റെ കൂടെ വന്ന 3 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന് ദൈവത്തിൻ്റെ പവർ, രണ്ടാമത് പരിശുദ്ധാത്മാവ്, മൂന്നാമത് ബഹുനിശ്ചയം, ഇംഗ്ലീഷിൽ പറയുന്ന ഡീപ്പ് കൺവിക്ഷൻ. അപ്പോൾ ഇവരുടെ സുവിശേഷം കേട്ടപ്പോൾ കേട്ടവർക്ക് അത് ഭയങ്കരമായിട്ട് അവർ കൺവിൻസ്ഡ് ആയി. യേശു ക്രിസ്തു ആണെന്ന് അവർ പറഞ്ഞപ്പോൾ അവരത് കൺവിൻസ്ഡ് ആയി. എന്തുകൊണ്ട് അവർ കൺവിൻസ്? ഇപ്പം ഞാൻ ഒരാൾ, എൻ്റെ ഇവിടെയുള്ള ഹിന്ദു ഫ്രണ്ട്സിനോട് ഞാൻ 5-6 വർഷം ഞാൻ ചെന്ന സുവിശേഷം പറഞ്ഞു, യേശുവാണ് ദൈവം. അവർ കൺവിൻസ്ഡ് ആയില്ല. ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി അവർക്ക് ഒരു കൺവിക്ഷനായിട്ട് തീരുന്നില്ല. പക്ഷേ പൗലോസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ഡീപ്പ് കൺവിക്ഷനായിട്ട് തെസ്സലോനിക്ക സഭയിൽ വന്നുകൊണ്ട് അവർക്ക് വളരെ നിശ്ചയം ഉണ്ടായിരുന്നു, യേശു ക്രിസ്തു ആണെന്നുള്ളൊരു ഉറപ്പ് അവർക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഉറപ്പ് നമ്മൾ കേൾവിക്കാരിലേക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ കൺവിക്ഷൻ ആദ്യം ഉണ്ടായിരിക്കും. ഞാൻ കൺവിൻസ്ഡ് അല്ലെങ്കിൽ ഞാൻ ദൈവത്തെ ഡൗട്ട് ചെയ്യുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ സംശയിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതിനകത്ത് എനിക്ക് കൺവിക്ഷൻ ഇല്ലെന്നുള്ളത്. അപ്പം എൻ്റെ ഹൃദയത്തിൽ ആ ഡീപ്പ് കൺവിക്ഷൻ ഉണ്ടെങ്കിൽ അത് കേൾവിക്കാരിലേക്ക് എനിക്ക് പകർന്നു കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ നമ്മുടെ വാക്കുകൾ എന്ന് പറയുന്ന, സുവിശേഷം പറയുന്നത് ജസ്റ്റ് വചനം മാത്രമല്ല. പൗലോസ് പറയുന്നുണ്ട്, കൊരിന്ത്യരോട് പറയുമ്പോൾ അതിനെക്കുറിച്ച് പൗലോസും പിന്നെയും വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. 1 കൊരിന്ത്യൻ ചാപ്റ്റർ 2, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം, 1 കൊരിന്ത്യൻ 2-ാമത്തെ അധ്യായം. അത് ഇതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് നമുക്കത് പഠിക്കാൻ പറ്റും. നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ ദൈവഭാവം കൂടാതെ അത്രേ. അപ്പൊ പൗലോസ് അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ പൗലോസിന്റെ ജ്ഞാനത്തിന്റെ വൈഭവം കൂടെ, അതായത് പൗലോസിന്റെ വാക്കിന്റെ ചാതുര്യം കൊണ്ടല്ല പൗലോസ് അവരുടെ അടുത്ത് ചെന്നത്. പിന്നെ എങ്ങനെയാ ചെന്നേ? 3-ാമത്തേത്, ഐ കെയിം ടു യു ഇൻ വീക്ക്നെസ് വിത്ത് ഗ്രേറ്റ് ഫിയർ ആൻഡ് ട്രംബ്ലിംഗ്. 3-ാമത്തെ മലയാളത്തിൽ വായിച്ചേ. ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായ നിങ്ങളുടെ ഇടയിൽ ഇരിക്കാനാണ് ഞാൻ നിർണയിച്ചു. ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിലായിരുന്നു. അപ്പൊ പൗലോസ് ബലഹീനതയിലായിരുന്നു. പൗലോസിന് താഴോട്ട് വായിച്ചു. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമാക്കിയിരിക്കേണ്ടതിന് എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെയും വശീകരണ വാക്കുകളാൽ അല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ. അപ്പൊ നമ്മുടെ വാക്ചാതുര്യം കൊണ്ട് എത്ര പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും കേൾക്കുന്നവന്റെ വിശ്വാസം എൻ്റെ ജ്ഞാനത്തിലോ എൻ്റെ വാക്കിന്റെ വൈഭവത്തിലോ ആയിരിക്കരുത് അവന്റെ ഫൗണ്ടേഷൻ. കേൾക്കുന്നവന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനത്തിലായിരിക്കണം, ബട്ട് ഓൺ ഗോഡ്സ് പവർ. അപ്പോൾ പൗലോസിന് ആ ജ്ഞാനത്തോടെയോ വൈഭവത്തോടോ ഒന്നുമല്ല പറഞ്ഞത്. പക്ഷെ പൗലോസ് പറഞ്ഞപ്പോൾ അതിന് അകമ്പടിയായിട്ട് വന്നത് ആത്മാവിന്റെ ശക്തി ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ പവർ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അപ്പോൾ കേൾക്കുന്നവരുടെ വിശ്വാസം അതിന്മേലാണ് അടിസ്ഥാനമായിട്ട് ഇരിക്കേണ്ടത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാപിക്കണം. ഒന്ന്, നമ്മൾ വചനം പറയുമ്പോൾ അതിൻ്റെ കൂടെ അകമ്പടിയായിട്ട് 3 കാര്യങ്ങളുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ തെസ്സലോനിക്ക ആ അടിസ്ഥാനത്തിൽ തെസ്സലോനിക്ക സഭ നിന്നതുകൊണ്ടാണ് ഈ വിതിൻ 1 ഇയർ കൊണ്ട് അവരൊരു റോൾ മോഡൽ ചർച്ചായിട്ട് മാറിയത്. അപ്പോൾ ഇന്ന് നമ്മളിനി കേൾക്കാൻ പോകുന്നത്, ഇനിയോട് തുടർന്നുള്ള സെൽ മീറ്റിങ്ങുകളെല്ലാം കേൾക്കാൻ പോകുന്നത് ഈ കർത്താവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന അനുഭവമാണ്. അപ്പോൾ ഈ 3 കാര്യം നമ്മളെപ്പോഴും ഓർക്കുക. നമ്മൾ ആ സഭയുടെ അടിസ്ഥാനമായിട്ട് നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നത്, നമ്മൾ ഒരാളോട് വ്യക്തിയുടെ സുവിശേഷം പറയുമ്പോൾ തന്നെ അതിനാധാരമായിട്ട് വരുന്ന ഒരു അകമ്പടിയായിട്ട് വരുന്ന ദൈവശക്തിയുണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. അത് കേൾക്കുന്നവരിലൊരു ബഹുനിശ്ചയമായിട്ട് അവർക്ക് വെളിപ്പെടും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. ഇവിടെ നമ്മുടെ പത്രോസ് അപ്പോസ്തല പ്രവൃത്തികളുടെ 10-ാമത്തെ അധ്യായത്തിൽ വ്യക്തിയുടെ പേരെന്താണ് എപ്പോഴും പറയുന്ന മറന്നുപോയി. പ്രീത 10-ാമത്തെ അധ്യായത്തിൽ ആരാണുള്ളത്?
കൊർന്നേലിയസിന്റെ ഭവനത്തില് വചനം കേട്ടോണ്ടിരുന്നവരുടെ മേല് പരിശുദ്ധാത്മാവ് വന്നു. അപ്പൊ അന്ന് ഇത് ഡെയിലി നടക്കുന്ന സംഭവമാണ്. തെസ്സലോനിക്ക സഭയിലെ അവർ വചനം പറഞ്ഞപ്പോൾ ആ കേട്ടവരുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു. അതുപോലെ അവർ പറഞ്ഞപ്പോഴൊക്കെയും വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ള ഒരു വ്യക്തി പറഞ്ഞെങ്കിൽ കേൾക്കുന്നവരിലേക്ക് കാരണം അത് പകരപ്പെടുന്ന ആത്മാവ്. ഇതില്ലാത്ത ഒരാൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പകരപ്പെടത്തില്ല. ഇന്ന് നമ്മൾ വിചാരിക്കും നമ്മൾ ഇത്രയും സുവിശേഷം പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഇവരൊന്നും ഈ പറയുന്നില്ല, അന്നത്തെ പോലെ കേൾക്കുന്ന ഉടനെ അന്യഭാഷയിൽ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ആത്മാവിൽ നിറയുന്നില്ല. അതിന് കാരണം നമ്മൾ പറയുന്നവർക്ക് ആ നിറവില്ല. അപ്പം നമ്മൾ ആ നിറവിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പറയുമ്പോൾ കേട്ടോണ്ടിരിക്കുന്നവർ ആത്മാവിൽ നിറയാനിടയാക്കിയത്. ഞാൻ ചിലരുടെ പ്രസംഗം കണ്ടിട്ടുണ്ട്. നിറവിൽ ശുശ്രൂഷിക്കുമ്പോൾ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആൾക്കാർ ആത്മാവിൽ നിറയുന്ന അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഇഫക്റ്റീവായിട്ട് ദേശത്ത് നിൽക്കണമെങ്കിൽ ആ അനുഭവത്തിലേക്ക് നമ്മൾ ആദ്യം വളരണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 3 കാര്യം ഓർത്തിരിക്കുക. നമ്മുടെ അടിസ്ഥാനമായിട്ട് ഈ തെസ്സലോനിക്ക സഭയുടെ അടിസ്ഥാനമായിട്ട് നിന്ന 3 കാര്യങ്ങൾ. ഫൗണ്ടേഷൻ, പവർ ഓഫ് ഗോഡ്, അതായത് ഞാൻ സുവിശേഷം പറയുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയും കൂടെ അകമ്പടി. അപ്പോൾ രോഗികളായിട്ട് ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ രോഗികളിൽ നിന്ന് സൗഖ്യമാകുന്നു, അല്ലെങ്കിൽ ഭൂതങ്ങളുള്ളവരുണ്ടെങ്കിൽ ഭൂതങ്ങൾ പുറത്താകുന്നു. ഇതിനെല്ലാം കാരണം ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ ഇതിനെ അക്കമ്പനി ചെയ്യുന്ന, അതിൻ്റെ കൂടെ അകമ്പടിയായിട്ട്, സുവിശേഷത്തിൻ്റെ കൂടെ അകമ്പടിയായിട്ട് വരുന്ന ദൈവശക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് സുവിശേഷ വേല ചെയ്യാൻ പറ്റും. രണ്ടാമത് നമ്മൾ പറഞ്ഞത് പരിശുദ്ധാത്മാവ്. നമ്മൾ ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ കേൾക്കുന്നവരിലേക്കും ഈ പരിശുദ്ധാത്മാവ് പകരപ്പെടുവാനിടയായിത്തീരും. അപ്പോൾ ഒന്ന് ആ വാക്യം ഒന്നുകൂടെ വായിച്ച് 5-ാമത്തെ വാക്യം. ഞങ്ങളുടെ വചനം, ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു വന്നത്. അങ്ങനെ വന്നുകൊണ്ട് അവർ പിന്മാറിപ്പോകാനിടയായില്ല. അവർ ആ ഫൗണ്ടേഷനിൽ ഉറച്ചു നിൽക്കാൻ ഇടയായിത്തീർന്നു. പിന്നെയുള്ള ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ നമുക്ക് ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ച് പഠിക്കാം. കർത്താവിൻ്റെ ശിഷ്യനായിട്ട് എങ്ങനെ യഥാർത്ഥ ശിഷ്യനായിട്ട് വളർന്നു വന്ന ഈ ദേശത്ത് നമുക്ക് കർത്താവിന് വേണ്ടി നിൽക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാം. യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കേൾക്കുവാൻ, യേശുവെ പോലെ ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവെ പോലെ ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ എന്നാഥാ, നിറയ്ക്കായെന്നെ ശുദ്ധാത്മാ, ക്രിസ്ത്യൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്ത്യൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ഭീരുത്വത്താലനേകരും തീരെ പിന്മാറി ഖേദിക്കും. ധീരത നൽകുകേശുവേ, ധീരനാം സാക്ഷിയാകുകേ. ധീരത നൽകുകേശുവേ, ധീരനാം സാക്ഷിയാകുകേ. വാങ്ങുകയല്ല ഉത്തമം, താങ്ങുകയേറെ ശുദ്ധമാം. എന്നും നിന്നോടു കൂടെ ഞാൻ, എണ്ണുവാൻ ജ്ഞാനം നൽകണം. എന്നും നിന്നോടു കൂടെ ഞാൻ, എണ്ണുവാൻ ജ്ഞാനം നൽകണം. യേശുവിൻ കൂടെ കാണുവാൻ, യേശുവിൻ കൂടെ വാഴുവാൻ, യേശുവിൽ നിത്യം ചേരുവാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവിൽ നിത്യം ചേരുവാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ എന്നാഥാ, നിറയ്ക്കായെന്നെ
യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവെ